ഈ കാണുന്നത് മൈക്ക് പ്രീ ആംപ്ലിഫയർ ബോർഡാണ്. അപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ ഉപയോഗം ഹോം തിയേറ്ററുകളിലും അതുപോലെ 2.1, 5.1 അങ്ങനെയുള്ള ആംപ്ലിഫയറുകളിലൊന്നും ചിലതിനകത്തൊന്നും മൈക്ക് ഇൻപുട്ട് ഉണ്ടാവില്ല. അതായത് നമുക്ക് മൈക്ക് കണക്ട് ചെയ്ത് കരോക്കെ കേട്ടൊന്നും പാട്ട് പാടാനുള്ള ഒരു സെറ്റപ്പ് എല്ലാത്തിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ഉപകരണങ്ങളിൽ മൈക്ക് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു പ്രീ ആംപ്ലിഫയർ ബോർഡും കൂടെ ഉണ്ടെങ്കിലാണ് മൈക്കിന് സൗണ്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ബോർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ മൈക്കിൻ്റെ സൗണ്ടൊക്കെ ഒന്ന് ബൂസ്റ്റായി വരും. അതുപോലെ നമുക്ക് കോളിംഗ് കൺട്രോളൊക്കെ കണക്ട് ചെയ്ത് മൈക്കിൻ്റെ വോളിയം തന്നെ കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ പല മോഡലുള്ള ബോർഡുകളുണ്ട്. 2 മൈക്ക് ഇൻപുട്ടും ഒരു ഓക്സിനൊക്കെയുള്ള ബോർഡുകളുണ്ട്. ഞാനിവിടെ മേടിച്ചേക്കുന്ന ഏറ്റവും കുറഞ്ഞ മോഡൽ ബോർഡാണ്. ഈ ഒരു ബോർഡിന് 40 രൂപയാണ്. ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യാൻ 12 വോൾട്ട് സപ്ലൈ ആണ് ആവശ്യം. 12 വോൾട്ട് തന്നെ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഈ ഒരു ഫസ്റ്റിലുള്ള റെസിസ്റ്റർ ഒഴിവാക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ 3 വോൾട്ട് മുതലൊക്കെ വർക്ക് ചെയ്യും. അതുപോലെ ഈ ഒരു ബോർഡ് ഉപയോഗിക്കാനും വളരെ എളുപ്പമാണ്. 12 വോൾട്ട് നേടിയേക്കുന്ന ഈ ഒരു പോയിന്റിലേക്ക് 12 വോൾട്ട് DC സപ്ലൈ കൊടുക്കുക. ഇൻപുട്ടിലേക്ക് മൈക്കിൻ്റെ സോക്കറ്റ് കണക്ട് ചെയ്ത് മൈക്കും കണക്ട് ചെയ്യാം. പിന്നെ ഔട്ടിലാണ് വോളിയം കൺട്രോൾ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണേൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.